മറ്റൊരു കാര്യത്തിലേക്ക് വന്നാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ ചൊല്ലി തൃത്താല മണ്ഡലം കമ്മിറ്റിയിൽ ഏറ്റുമുട്ടലാണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ രാഹുലിനെതിരെ പറഞ്ഞ VT ബൽറാം പക്ഷവുമായി ഒരു വിഭാഗം ഏറ്റുമുട്ടി. മുൻ MP-യുടെ മകൾക്ക് രാഹുൽ അശ്ലീല മെസ്സേജ് അയച്ചെന്ന് ബൽറാം ഗ്രൂപ്പിന്റെ ആരോപണം ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചു. വാട്സപ്പ് ഗ്രൂപ്പിൽ വലിയ പോർവിളിയാണ് ഉയരുന്നത്. രാഹുലിനെതിരായ നീക്കങ്ങൾക്ക് പിന്നിൽ VD സതീശനെന്നും ഒരു വിഭാഗം പ്രവർത്തകർ ഗ്രൂപ്പിൽ ആരോപിച്ചു. KSU ആലത്തൂർ മണ്ഡലം കമ്മിറ്റി ഗ്രൂപ്പിൽ ഷാഫി പറമ്പിലിനെതിരെയും വിമർശനം ഉയർന്നു. ഇക്ബാൽ അറയ്ക്കൽ നൽകും വിശദാംശങ്ങൾ. ഇക്ബാൽ, ഇതിപ്പോൾ ഉള്ളിലാകെ പുകച്ചിലാണ്. പല വിവാദങ്ങളും കോൺഗ്രസിനകത്ത് തന്നെ പല ഗ്രൂപ്പുകളായി ഉരുത്തിരിയുന്നു, അത് പ്രചരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ സമീപകാലത്തുണ്ടായ ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം ഒരുമിച്ച് നിന്ന് റീലുകളിലും ഷോർട്സുകളിലും പ്രത്യക്ഷപ്പെട്ട നേതാക്കന്മാരാണ്. പല ഗാനങ്ങൾക്കും ഒരുമിച്ച് നൃത്തം ചുവടുവെച്ച നേതാക്കന്മാരാണ്. അവരൊക്കെ ഇപ്പോൾ എന്താണ്, പരസ്പരം ഏറ്റുമുട്ടുകയാണോ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ? ഈ വാട്സപ്പ് ഗ്രൂപ്പുകളെ ചൊല്ലി മാത്രം, അതിനകത്ത് മാത്രം പലതും സംഭവിക്കുന്നു അല്ലേ കോൺഗ്രസിനകത്ത്? രോഷി, തീർച്ചയായും ഇപ്പോൾ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ DCC ജനറൽ സെക്രട്ടറി VK ശ്രീകൃഷ്ണൻ പോലുള്ള നേതാക്കളാണ് രംഗത്തേക്ക് എത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതൽ യൂത്ത് കോൺഗ്രസിനെയും പ്രവർത്തകർ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ രാഹുലിനെതിരായിട്ടുള്ള ഈ ആരോപണങ്ങളിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ടും രംഗത്തേക്ക് എത്തുന്ന സാഹചര്യമാണ് ഉള്ളത്. ആലത്തൂരിലെ KSUവിന്റെ മണ്ഡലം കമ്മിറ്റി ഗ്രൂപ്പിനകത്ത് രാഹുലിനെതിരെയും ഷാഫി പറമ്പിലിനെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയരുമ്പോൾ തൃത്താല മേഖലയിലായിക്കോട്ടെ അവിടെ VT ബൽറാം പക്ഷക്കാരായിട്ടുള്ള ആളുകൾ രാഹുലിനെതിരായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർത്തുന്നു. അവിടെ പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരെ ഉൾപ്പെടെ വിമർശനങ്ങൾ ഉയർത്തുന്ന സാഹചര്യമുണ്ട്. ഒരു മുതിർന്ന കോൺഗ്രസിന്റെ MP-യുടെ മകൾക്ക് ഉൾപ്പെടെ രാഹുൽ അശ്ലീല സന്ദേശം അയച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു VT ബൽറാം പക്ഷത്തെ ഒരു നേതാവ് രംഗത്തേക്ക് എത്തുന്നു. അത് പിന്നീട് ചോദ്യം ചെയ്ത് പല ആളുകൾ രംഗത്തേക്ക് എത്തുന്നു. ഈ പ്രശ്നങ്ങൾ പിന്നീട് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി യോഗത്തിലേക്ക് നീളുന്നു. അവിടെ പ്രവർത്തകർ ഈ കാണുന്ന ഈ ആരോപണങ്ങളെ ചൊല്ലിയെല്ലാം പിന്നീട് സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ കടക്കുകയാണ്. ഏതായാലും രാഹുലിനെതിരായിട്ടുള്ള ഈ ആരോപണങ്ങളെ ചൊല്ലിക്കൊണ്ട് പാലക്കാട് കോൺഗ്രസിനകത്ത് വലിയ രീതിയിലുള്ള കലാപമാണ് നടക്കുന്നത്. പ്രത്യേകിച്ചും തൃത്താല മേഖലയിൽ VT ബൽറാം പക്ഷത്തിലുള്ള നേതാക്കളാണ് രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ വിമർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തേക്ക് എത്തിയിട്ടുള്ളത്. തൃത്താലയിൽ തിരിച്ചുപിടിക്കും തൃത്താല എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിനകത്താണ് ഇത്തരത്തിൽ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും പരാതികളും ഉയർന്നത്. ആ ഗ്രൂപ്പിനകത്ത് തന്നെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശന് ഒരു വിമർശനം ഉയർന്നത് രാഹുലിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ പുറത്തു വന്നതിന് പിന്നിൽ VD സതീശനാണ് എന്ന രീതിയിലുള്ള പരാമർശങ്ങളുണ്ട്. നേരത്തെ രാഹുലിനെതിരെ ആരോപണം ആദ്യഘട്ടത്തിൽ പരസ്യമായി പ്രതികരണം നടത്തിയിട്ടുള്ള യുവനടിയായിട്ടുള്ള റിനിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഒപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിനെതിരായിട്ടുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ VD സതീശനാണ് എന്ന രീതിയിലുള്ള ഒരു വിമർശനം ഉന്നയിച്ച് രംഗത്തേക്ക് എത്തുന്നത്. ഏതായാലും രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട മറുവിഭാഗം രംഗത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും രാഹുലിനെതിരായിട്ടുള്ള ഈ ആരോപണത്തെ ചൊല്ലിക്കൊണ്ട് ഇപ്പോൾ പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസിനെയും KSUടെയും എല്ലാം വാട്സാപ്പ് ഗ്രൂപ്പുകളിനകത്ത് വലിയ രീതിയിലുള്ള കലഹങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രോഷിനി.